നമ്മളെ FM റേഡിയോൻ്റെ വർക്കാണ് ഈ അടുത്തത് വരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ ബോർഡൊക്കെ മേടിച്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ്. നമ്മളെ സാംകോണിൻ്റെ FM-ൻ്റെ നോർമൽ FM, AM വരുന്നില്ല, ഓൺലി FM മാത്രം കിട്ടുന്ന ബോർഡാണ്. ഇതെന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമ്മളെ ഡിജിറ്റൽ FM റേഡിയോൻ്റെ ബോർഡ്, അതായത് ബ്ലൂടൂത്ത് മോഡ്യൂളിൽ വരുന്ന FM റേഡിയോൻ്റെ ബോർഡ് അധികവും സ്റ്റേഷൻ പിടിക്കില്ല. അത് ഡിജിറ്റൽ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പരിപാടിയൊക്കെ ചെയ്താലേ കിട്ടൂ. അത് എനിക്ക് എന്താ പറയേണ്ട കാര്യമായിട്ട് അറിയില്ല. അത് കുറച്ചാളൊക്കെ ഒരു പൊടിക്കയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതങ്ങനെ അറിയാത്തതുകൊണ്ട് FM നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു ബോർഡ് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് അനലോഗ് സിഗ്നൽ വരുന്നതാണ്. ഡിജിറ്റൽ സിഗ്നലിനെക്കാട്ടും ക്വാളിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ബോർഡ് വാങ്ങുന്നത്. ഇത് സാംകോൺ മാത്രമേ ഇറക്കുന്നുള്ളൂ. 180 റുപ്യയിന് ഈ ഒരു ബോർഡിന്. 2020 ഞാൻ മേടിക്കുമ്പോൾ ഇതിന് 159 റുപ്യയായിട്ടുള്ളൂ. അതായത് നമ്മളെ ഇതിൻ്റെ ബോർഡിൻ്റെ പൈസ ഡിജിറ്റൽ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ അതേ പൈസയിനുണ്ടായി. ഇപ്പോൾ അതിലും കൂടി. ഈ കൂടിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ. കാരണം എന്ന് വെച്ചാൽ ഇതിലാകെ ഒറ്റ FM സ്റ്റേഷൻ മാത്രമേ കിട്ടൂ. AM എന്ന് പറഞ്ഞാൽ ദൂരപരിധിയിലുള്ള സ്റ്റേഷനൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല ഇതിന്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്ര പൈസ കൂട്ടേണ്ട ആവശ്യമില്ല ഇതിന്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു FM മാത്രം കിട്ടുന്നതാണെങ്കിൽ ഇത്ര പൈസ കൂട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ആംപ്ലിഫയർ അടക്കം വരുന്നതാണ്. നിങ്ങൾക്കൊരു പൊട്ടൻഷ്യോമീറ്റർ കൊടുത്താൽ, സൺകേൻ്റെ ഒരു പൊട്ടൻഷ്യോമീറ്റർ കൊടുത്താൽ വോളിയം കൺട്രോളറിലൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ FM റേഡിയോയിലേക്ക് പോവുക. ഇതാണ് നമ്മളെ വർക്ക്. അപ്പോൾ 5 വാട്ടിൻ്റെ സാംകോണിൻ്റെ സ്പീക്കറാണ് കൊടുത്തത്. FM-ന് കൊടുക്കാൻ പറ്റിയ സ്പീക്കറാണ് ഇത്. നമുക്ക് കൊടുക്കാം, 5 വാട്ട് വരെ കൊടുക്കാൻ പറ്റും. 5 വാട്ട് തന്നെയാണ് കൊടുത്തത്. അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ നോബ് കൊടുത്തത്, സ്റ്റേഷൻ മാറ്റേണ്ടത്. ഇത് ചാർജിങ്ങിൻ്റെയാണ്. ബാറ്ററി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 8 വോൾട്ടാണ് കൊടുത്തത്. ഇത് നമ്മളെ ബാറ്റിൻ്റെ ബാറ്ററിയാണ്. ബാറ്റിൻ്റെ ബാറ്ററി 4 വോൾട്ട് സീരീസ് ആക്കിയിട്ട് കൊടുത്തിട്ട് 4 8 വോൾട്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇവിടെ ഒരു ഡയോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചാർജിങ് റിവേഴ്സ് വരാണ്ടിരിക്കാനായിരുന്നു. 9 വോൾട്ട് ചാർജർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ 12 വോൾട്ട് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റൂ, അറിയില്ല. കാരണം വെച്ചാൽ ചെറിയ ബാറ്ററി ആയതുകൊണ്ട് ആ ചാർജിങ്ങിൻ്റെ ഒന്നും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ ഒരു നോബ് കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഒന്ന് വർക്ക് ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പവർ ഓൺ. FM ആകാശവാണി ഇപ്പം കിട്ടുന്നത്. അപ്പോൾ ഈ നോബിന് ലൈറ്റ് കൊടുത്തിയാണ് ഈ 2 LED കൊടുത്തത്. ഇപ്പോൾ നോബ് ഇവിടെ ഫിറ്റാക്കണം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.